ഹലോ നമസ്കാരം. എല്ലാവർക്കും ജഷി വയനാട് സ്റ്റോറീസിലേക്ക് സ്വാഗതം. സിന്ദൂരം എന്ന കമലാ ഗോവിന്ദ് നോവലിൻ്റെ 17ാമത്തെ എപ്പിസോഡ്, അവസാനത്തെ ഭാഗം. കേൾക്കൂ കേട്ടുകൊണ്ടേയിരിക്കൂ. ഞാനും നിങ്ങളും നമ്മുടെ കഥകളും. സാച്ചിയോട് ശ്രുതിക്കുള്ള ഇഷ്ടക്കുറവ് അറിയാവുന്നത് കൊണ്ടാണ് ദേവൂട്ടി സാച്ചിയെ കൊണ്ടുപോകാതിരുന്നത്. അവൾ എൻ്റെ അടുത്തിരിക്കട്ടെ, ഏലമ്മ പറയുകയും ചെയ്തു. സാച്ചി ഏലമ്മയുടെ അടുത്തിരുന്നോളാം അമ്മേ. അവൾ സമ്മതിച്ചു. ഏലമ്മയുടെ കൂടെ തന്നെ കുറേ സമയം ഇരുന്നു. പിന്നെ പതിയെ ഷാൻറ്റിയുടെ വീട്ടിലും രേവതിയുടെ വീട്ടിലൊക്കെ പോവുകയും വരികയും ചെയ്തു. ഉച്ചയ്ക്കാണ് മേരി വീട്ടിലെത്തിയത്. കുട്ടപ്പായി സ്കൂളിലാണ്, മത്തായി പണിസ്ഥലത്തും. മേരിയും കൂലിപ്പണിക്ക് പോകുന്നു. അവൾക്കിപ്പോൾ കുറച്ച് ദിവസമായിട്ട് പാറമടയിലാണ് പണി. കരിങ്കില് ചുമക്കും, ലോഡിംഗ് ഇല്ലാത്തപ്പോൾ മെറ്റലടിക്കും. ഇന്ന് മെറ്റലടിക്കുകയാണ് പണി. ഉച്ചയ്ക്ക് സ്കൂളിൽ നിന്നും വരുന്ന കുട്ടപ്പായ്ക്ക് കഞ്ഞി കൊടുക്കാനും തനിക്കുള്ളത് കഴിക്കാനുമായിട്ടാണ് മേരി വന്നത്. കഞ്ഞിയും കുടിച്ച് 2 മണിയായപ്പോൾ മേരി പോകാനൊരുങ്ങി. വഴിയിലെത്തിയപ്പോൾ സാച്ചിയുണ്ട്. അവളെ കയ്യാലയിൽ കിളിർത്ത് നിൽക്കുന്ന കൊങ്ങിണിച്ചെടികളെ കുട്ടികളാക്കി പഠിപ്പിക്കുകയാണ്. ഒരു കയ്യിൽ വടിയുണ്ട്, മറ്റേ കയ്യിൽ പാഠപുസ്തകമായിട്ട് ഏതോ ഒരു ബാലമാസികയും. നിൻ്റെ അമ്മ പോയിട്ട് വന്നില്ല പെണ്ണേ? മേരി ചോദിച്ചു. അമ്മ ഇപ്പോൾ വരാൻ പോവാ മേരി ചേച്ചി. സാച്ചി മേരിയുടെ അടുത്തെത്തി. മേരി ചേച്ചി എവിടെ പോവാ? പാറമടയിൽ മെറ്റലടിക്കാൻ. അച്ഛൻ മെറ്റലടിച്ച പോലക്ക് മെറ്റിലാണോ? ആ. മേരി നടന്നു. സാച്ചി പിന്നാലെ ചെന്നു. ഞാനും വരുമോ മേരി ചേച്ചി? എന്നാത്തിന്? മെറ്റലടിക്കാനാ അച്ഛനെ പോലെ. നിൻ്റെ അച്ഛൻ മെറ്റലടിച്ചിട്ടുണ്ട്, എല്ലാവരെക്കാളും കാശും മേടിച്ചിട്ടുണ്ട്. നിന്നെക്കൊണ്ട് എന്നാത്തിന് കൊള്ളാം, തിന്നു പിടിപ്പിക്കാനല്ലാണ്ട്. ഞാനൊരു തുള്ളി നേരം വന്നച്ചപ്പം തന്നെ പോന്നോളാം മേരി ചേച്ചി. എനിക്ക് വേറെ പണിയുണ്ട് പെണ്ണെ. മേരി ചേച്ചി. സാച്ചി മേരിയുടെ കൈമേ പിടിച്ചു. എന്നെ കൂടി കൊണ്ടുപോകാം മേരി ചേച്ചി. ഞാൻ വഴക്കൊന്നും ഉണ്ടാക്കത്തില്ല. ഞാൻ മര്യാദയ്ക്ക് നല്ല സാച്ചിക്കുട്ടിയായിട്ട് ഇങ്ങ് പോന്നോളാം മേരി ചേച്ചി. മേരി നിന്നു. ഇതൊരു മരണമായല്ലോ. എടി പെണ്ണെ, എൻ്റെ കൂടെ നീ പാഞ്ഞു പോന്നാലേ ഏലമ്മ ചേച്ചി അന്വേഷിക്കല്ലേ? സാച്ചി വിരൽ കടിച്ചു. ഞാൻ പോയി പറഞ്ഞേച്ചി ഇപ്പോൾ വരാം മേരി ചേച്ചി. എന്നാൽ പറഞ്ഞിട്ട് വാ. മേരി ചേച്ചി പോവല്ലേ? സാച്ചി കയ്യിലിരുന്ന വടി മേരി നിൽക്കുന്നിടത്ത് അടയാളം വെച്ചു. ഇതിൻ്റെ അപ്പുറത്ത് മേരി ചേച്ചി പോയാൽ ഞാൻ സമ്മതിക്കല്ല. സുല്ലിട്ട് ഞാൻ പിരിയും. ആട്ടെ. മേരി സമ്മതിച്ചു. സാച്ചി ഓട്ടം പിടിച്ചു. ഏലമ്മാമേ. സാച്ചി ഏലമ്മാമയുടെ വീടിന് വഴിയിലെത്തിന്നു. വിളിച്ചു. എന്നാടി കൊച്ചേ? ഉച്ചവരെ പറമ്പിലെ പണിയും കഴിഞ്ഞ് ഊണും കഴിഞ്ഞ് അവരൊന്ന് കിടക്കുകയാണ് ഉച്ചയുറക്കത്തിനായി. ഞാൻ മേരി ചേച്ചിയുടെ അവിടെ പോകുവാണേ, പെട്ടെന്ന് വന്നേക്കാവേ. സാച്ചി വിളിച്ചു പോയി. അതുവഴിയേ പോകാണ്ട് പോയതറിയാണ്ട് ഇവിടെ വന്നോളാം ഏലമ്മാമേ. സാച്ചി തിരിച്ചോടി. വടി അളയാടം വെച്ചെടുത്ത് മേരിയില്ല. സാച്ചിക്ക് സങ്കടം വന്നു, കണ്ണ് നിറഞ്ഞു. കൂരിച്ചേച്ചി പോയിരിക്കുന്നു. കൂരിച്ചേച്ചി അവൾ പറഞ്ഞു. എന്ന് തന്നെയല്ല, ശരം വിട്ടതുപോലെ അവൾ മുമ്പോട്ട് പായുകയും ചെയ്തു. പാതി വഴിയിൽ മേരിയെ കണ്ടെത്തി. മേരി അന്തിച്ചു നിന്നു. കാര്യം കേൾക്കുമ്പോൾ ഏലമ്മ അവളെ ശ്വാസിച്ച് അവിടെ ഇരുത്തിക്കൊള്ളാമെന്നാണ് മേരി കരുതിയത്. ഏലമ്മാമ പറഞ്ഞു പോയിക്കൊള്ളാമെന്ന്. സാച്ചിക്ക് ഇതപ്പോടെ വിളിച്ചു പോയി. മേരി ചേച്ചി എന്നാ ഇങ്ങ് പോന്നേ? നീ എന്നെ മെനക്കെടുത്താൻ തന്നെ തീരുമാനിച്ചിറങ്ങിയിരിക്കുകയാണോ? മടുപ്പോടെ മേരി നടന്നു. വാ, ഞാൻ പറയുന്ന പോലെ നിന്നോളാം. സാച്ചിക്ക് സന്തോഷമായി. മേരി ചേച്ചി നല്ല മേരി ചേച്ചിയാണേ. ഇനി ഞാൻ കൂരിച്ചേച്ചിന്ന് വിളിക്കത്തേ ഇല്ല. വേ മേരി പരിഹാസത്തോലെ പറഞ്ഞു. സാച്ചിക്ക് 10-14 വയസ്സാകുമ്പോൾ അവൾ വല്ലാതെ ശാഠ്യം പിടിക്കുന്ന അവസരങ്ങളിൽ ചിലപ്പോഴൊക്കെ സുഖു അവളെ പാറമടയിൽ കൊണ്ടുപോയിട്ടുണ്ട്. ചെന്നാ സുഖു ചെയ്യുന്നതൊക്കെ ചെയ്യാൻ അവൾ ബഹളം വയ്ക്കുകയും ചെയ്യും. പാറ ചുമക്കാനും മെറ്റിലടിക്കാനും ഒക്കെ ചിലപ്പോഴൊക്കെ സുഖു അവളെ അനുവദിക്കുകയും ചെയ്തിരുന്നു. പ്രായമായതിനാൽ ദേവൂട്ടി അവളെ സുഖിനോടൊപ്പം അങ്ങോട്ട് അയക്കാൻ മടിച്ചു. അതുകൊണ്ട് തന്നെ കുറേ കാലമായിട്ട് അങ്ങോട്ട് പോകാൻ കഴിയുന്നതിൻ്റെ ആഹ്ലാദത്തളിച്ചിൽ സാച്ചി തുള്ളിച്ചാടി. പോകുന്ന വഴിയിൽ കയ്യാലമ്മേലെ ഒരു പൂച്ചക്കുഞ്ഞിരിക്കുന്നത് സാച്ചി ഒരു ചാട്ടത്തിന് അതിനെ പിടിച്ച് നെഞ്ചോടടുക്കി. പൂച്ചക്കുഞ്ഞ് കാറാൻ തുടങ്ങി. മിയാവോ. സാച്ചി അതിനെ അനുകരിച്ച് ശബ്ദമുണ്ടാക്കി. എതിരെ വരുന്നവർ ശ്രദ്ധിക്കുന്നുണ്ട് മേരി പറഞ്ഞു. പൂച്ചക്കുഞ്ഞിനെ താഴെ ഇടപെണ്ണേ. അയ്യോ മേരി ചേച്ചി, ഇതെൻ്റെ അമ്മണിക്കുട്ടിയെ പോലെ തന്നെയാ. പെമ്പൂച്ചയാ. പെറും ഒത്തിരി കുഞ്ഞുങ്ങളുണ്ടാകും. ഹൈ, പെമ്പൂച്ച എന്നല്ല പെണ്ണേ പറയുന്നേ, ചക്കിപ്പൂച്ചയെന്ന് പറ. മേരി തിരുത്തി. ചക്കിപ്പൂച്ചയെന്ന് പറഞ്ഞാലെന്താ? പെൺപൂച്ച. അതാ ഞാനും പറഞ്ഞേ. സാച്ചിക്ക് ചിരിയായി. പൊട്ടി. ഞാൻ പൊട്ടിയല്ലടി കുരിച്ചേച്ചി. നിന്നെ നമ്പാൻ കൊള്ളൂല, നീ പൊക്കോ. അയ്യോ, ഞാനിനി പെമ്പൂച്ച എന്ന് പറയത്തേ ഇല്ല, ചക്കിപ്പൂച്ച എന്ന് പറയത്തുള്ളൂ. പൂച്ചയെ വിട്ട് സാച്ചി മുൻപേ കയറി ഓടി. മേരി തലക്കടിച്ചു.
ശല്യമല്ലോ ഒന്ന്. ഓടിപ്പാഞ്ഞു പോയ സാച്ചി അതേ സ്പീഡിൽ ഇടത്തൊണ്ടിലൂടെ തിരിഞ്ഞോടി വന്നു, ഭയന്നാരണ്ട് കൂവിക്കൊണ്ട്. എന്നാടി? മേരി ചോദിച്ചു. ദാണ്ട് അവിടുന്ന് ഒരു ചക്കിപ്പട്ടി ഓടി വരുക എന്നെ പിടിക്കാൻ. ചക്കിപ്പട്ടിയോ? മേരി കുടുകുട ചിരിയായി. അതേന്ന് ഉണ്ടക്കണ്ണം വെച്ചിട്ടൊരു പെമ്പട്ടി ദാണ്ട് വരണ്. മേരി കണ്ടു. ഒരു ചൊക്ലിപ്പട്ടി പമ്മി പമ്മി എതിരെ വരുന്നു. ആ പട്ടി നിന്നെ കണ്ട ആകെ പേടിച്ചിട്ട് ആകെ വരണ്ട വരുന്നത്. ആഹാ അമ്പടാ, അവളെ എന്നെ കണ്ടിട്ട് പേടിച്ചു പോയോ? സാച്ചിയും ഉറക്കെ ചിരിച്ചു. ഒരു പ്രകാരത്തിൽ ഇരുവരും പാറമടയിൽ എത്തിച്ചേർന്നു. പാറമടയിലുള്ളവർ സാച്ചിക്ക് ചുറ്റും കൂടി. സൂചേട്ടനെ പൊട്ടിപ്പണ്ണല്ലേ ഇത്? അവളെ അവർ തിരിച്ചറിഞ്ഞു. ഇതെന്തിനാണിപ്പോൾ ഇങ്ങോട്ടേ? അച്ഛൻ്റെ പണിസ്ഥലം കാണാനെത്തിയതാണ്. വേറെ പണിയൊന്നുമില്ലല്ലോ. തീറ്റയും കഴിഞ്ഞ് ഉരുണ്ട് വരണ്ട നടക്കില്ലേ? ശല്യപ്പെടുത്തിയപ്പോൾ പോരാ ഞാൻ പറഞ്ഞു, മേരി വിശദീകരിച്ചു. എല്ലാവരും ചുറ്റിക്കൂടിയപ്പോൾ സാച്ചി തെല്ല് ഞെളിഞ്ഞു നിന്നു. താനേതോ വലിയ ആളെന്ന മട്ടിൽ ഗമയിൽ. സാച്ചി പാറമട കണ്ടില്ലേ? ഇനി പൊയ്ക്കോളൂ, മേരി പറഞ്ഞു. ഇതിനെ വഴിതെറ്റുമോ മേരി? ചിലർ സംശയിച്ചു. ഞാൻ പൊക്കോളുമല്ലോ, അവൾ പറഞ്ഞു. എന്നാൽ നടന്നോ സച്ചി? മേരി വീണ്ടും പറഞ്ഞു. ഞാൻ പോകുവാണേ. അങ്ങനെ പറഞ്ഞുവെങ്കിലും സാച്ചി മേരിയുടെ അടുത്ത് കുത്തിയിരുന്നു. മേരി ചേച്ചിക്ക് എനിക്കിവിടെ ഒരു ചുറ്റിക താ മേരി ചേച്ചി. ഞാനും മെറ്റൽ പൊട്ടിക്കാം മേരി ചേച്ചി, സാച്ചി പറഞ്ഞു. മെനക്കെടുത്താതെ പോവണേ. നിനക്കറിയത്തില്ല, നീ കയ്യും കാലമൊക്കെ തല്ലിച്ചതയ്ക്കും. ഇല്ല മേരി ചേച്ചി, സത്യമായിട്ടും തല്ലിച്ചതയ്ക്കത്തില്ല. ഞാനൊന്ന് പൊട്ടിച്ചോട്ടെ മേരി ചേച്ചി, ഇതൊരു ശല്യമായല്ലോ, മേരി രോഷത്തോടെ പറഞ്ഞു. മേരി പുലുവാല പിടിച്ചതുപോലെ. എല്ലാവരും അവരെ നോക്കി ചിരിയായി. മേരി തൻ്റെ ചുറ്റിക സാച്ചിയുടെ മുമ്പിലേക്ക് ഇട്ടു. എന്നിട്ട് എഴുന്നേറ്റു. ദാണ്ട് എന്താന്നാ ചെയ്, എന്നിട്ട് സ്ഥലം വിട്. മേരി ക്രൂധയായി. മേരിയെ നോക്കിയൊന്ന് ചിരി പാസാക്കിയിട്ട് സാച്ചി ചുറ്റിക എടുത്തു. എന്നിട്ട് മേരിയുടെ കൽപ്പാടിൽ കയറിയിരുന്നു. ചേള് നീക്കിയിട്ട് അടിച്ചു പൊട്ടിച്ചു. അവൾ ചെയ്യുന്നത് 10 മിനിറ്റ് നോക്കിയെന്ന മേരി അത്ഭുതം കൂറി. താൻ ചെയ്യുന്നത്രയും ശരിയായിട്ടില്ലെങ്കിലും ഒരുവിധം നന്നായി ചെയ്യുന്നുണ്ട് അവൾ. മേരി എല്ലാവരെയും വിളിച്ചു കാണിച്ചു. സുഖചേട്ടൻ്റെ മകളല്ലേ, പുതുവികാസം ഇല്ലെങ്കിലും ആ ചോരഗുണം കാണിക്കാണ്ടിരിക്കുമോ? അവർ പരസ്പരം പറഞ്ഞു. സുഖം ഇരുന്നടിച്ചതുപോലെ തന്നെ ആ ഇരിപ്പും ചുറ്റികപ്പാങ്ങും എല്ലാം. മരിച്ചുപോയ സുഖുവിൻ്റെ ആത്മാവ് മകളുടെ ശരീരത്തിലേക്ക് കടന്നുകൂടിയോ? മോളെ നീ ചെയ്തോ എന്ന് മന്ത്രിക്കുന്നുണ്ടോ? സാച്ചി എല്ലാവരെയും നോക്കി ചിരിച്ചു. മതി, ഇനി നീ ചെയ്തത് മതി, നിർത്ത്, മേരി പറഞ്ഞു. മേരി ചേച്ചി, ഇച്ചിരിയുടെ ഒരു തുള്ളിയും കൂടെ, സാച്ചി കെഞ്ചി. നിന്നെക്കൊണ്ട് ഞാൻ തോറ്റു വേണേ, മേരി ചുറ്റികയിൽ പിടുത്തോട്ടു. മേരി ചേച്ചി എന്തിനാ മെറ്റലടിക്കുന്നത്? ഇത് അളന്നിട്ട് കിട്ടുന്ന കാശ് കൊണ്ട് വേണം പെണ്ണിനെ അരിയും കപ്പയും വൈകുന്നേരം മേടിക്കാൻ. നീ കളിക്കാതെ വിട്. ഈ കാശ് കൊണ്ട് അപ്പം മേടിക്കാവോ മേരി ചേച്ചി? നിനക്ക് അപ്പത്തിൻ്റെ വിചാര എനിക്ക് അരിയും കപ്പയും മേടിക്കുന്ന കാര്യമാണ് വലുത്. എനിക്ക് അപ്പം മേടിക്കാൻ കാശ് വേണം മേരി ചേച്ചി. വീട്ടിലില്ലേ കാശ്? വല്യേട്ടായും തന്നില്ല, കൊച്ചേട്ടായും തന്നില്ല. അപ്പം ചോദിച്ചാൽ അമ്മ തല്ലാൻ വരുമോ? എനിക്ക് അപ്പം മേടിക്കണം ചേച്ചി, ഞാനോട് മെറ്റലടിക്കാവേ. അവളുടെ സങ്കടവും കെഞ്ചലും കണ്ടാണ് കരാറുകാരൻ കുഞ്ഞോസപ്പേക്ക് വന്നത്. ഇത് സുഖുവിൻ്റെ ആ പൊട്ടിക്കൊച്ചല്ലേ? അയാൾ ചോദിച്ചു. പോടാ, ഞാൻ പൊട്ടിയല്ല, സാച്ചി കണ്ണുമിഴിച്ചു. പൊട്ടിയല്ലെങ്കിൽ പൊട്ടി. എന്നതാ മേരി, ഈ പെണ്ണിവിടെ എന്നാ പ്രശ്നം ഉണ്ടാക്കുന്നത്? അയാൾ ചോദിച്ചു. ഞാൻ പ്രശ്നം ഉണ്ടാക്കില്ല, എനിക്ക് അപ്പം മേടിക്കാൻ കാശ് വേണം. മെറ്റലടിച്ചാൽ കാശ് കിട്ടുമെന്ന് മേരി ചേച്ചി പറഞ്ഞതാ. എന്നിട്ട് മെറ്റലടിക്കാൻ തുടങ്ങിയപ്പോൾ മേരി ചേച്ചി സമ്മതിക്കത്തില്ല. ചുറ്റിക മേടിക്കാൻ പോവുക, സാച്ചി പറഞ്ഞു. അത്രയുള്ള കാര്യം? ആഹാ, അതിനാണോ വിഷമം? കുഞ്ഞാസപ്പെ സാച്ചിക്കൊരു ചുറ്റി കൊടുത്തു. പാറമടയിലെ കൽപ്പാടുകളിൽ ഒന്ന് കാട്ടിക്കൊടുത്തു. കൂട്ടത്തിലൊരു ചീള് വിട്ടുകൊടുത്തു. സാച്ചി കരിങ്കൽ ചീളുകൾ നീക്കിയിട്ട് അടിക്കാൻ തുടങ്ങി. 3/4 ഇഞ്ച് മെറ്റലാണ്. കറക്റ്റ് അളവൊക്കുന്നില്ല, എന്നാൽ അവൾ ചെയ്യുന്നുണ്ട്. മേരി അമ്പരപ്പോടെ കണ്ടു. സാച്ചി ഓടി നടക്കുന്നില്ല, ആരോടും മിണ്ടുന്നില്ല, വിശക്കുന്നു എന്ന് പറയുന്നില്ല, ബഹളം വെക്കുന്നില്ല. ഓടിപ്പാഞ്ഞ് നടന്ന് മറ്റുള്ളവർക്ക് ശല്യം ഉണ്ടാക്കുന്ന പെണ്ണാണ് അവൾ. ആദ്യം കൊണ്ടുവന്നിട്ട് ചീള അടിച്ചു തീർന്നപ്പോഴേ അവൾ വിളിച്ചു പോയി. എൻ്റെ കല്ലെല്ലാം തീർന്ന്, എനിക്കിനി കല്ലതായോ? എനിക്ക് ഒത്തിരി അപ്പം മേടിക്കാനുള്ളതാ. വീണ്ടും അവൾക്ക് മുന്നിൽ ചീളെത്തി. 4 മണിയായപ്പോൾ മേരി അലിവോടെ പറഞ്ഞു. ഇനി മതി സാച്ചി, നമുക്ക് പോകാം. അപ്പം മേടിക്കാൻ കാശെന്തിയാ മേരി ചേച്ചി? കുഞ്ഞാസപ്പേക്ക് വന്നു. മേരി രാവിലെ മുതൽ അടിച്ചിട്ട മെറ്റലളന്ന് കൂലി നൽകി. സാച്ചി രൂപയ്ക്ക് കൈ നീട്ടി നിന്നു. അവളുടെ മെറ്റൽ അളക്കാതെ തന്നെ കുഞ്ഞാസപ്പേക്ക് പണം നൽകി. സാച്ചിക്ക് ലോകം പിടിച്ചതടക്കിയ സന്തോഷം. മേരി അവളെയും കൂട്ടി നടന്നു. മേരി ചേച്ചി അപ്പം മേടിക്കണം, വേണ്ട കാശുണ്ട്. സാച്ചിക്ക് ധൃതിയായി.
മേരി അവളെ ചായക്കടയിൽ കൊണ്ടുപോയി വയറു നിറയെ പുട്ടും പഴവും വാങ്ങിക്കൊടുത്തു. തൻ്റെ കയ്യിൽ നിന്നും പണം കൊടുത്ത് വയറു നിറഞ്ഞിറങ്ങുമ്പോൾ സാച്ചി ചില്ലലമാരയിൽ കണ്ടു. ഉഴുന്നുവട, ബോണ്ട, ഏത്തക്കപ്പം. സാച്ചിക്ക് അർത്ഥയായി. മേരിച്ചേച്ചി താണ്ട രൂപ, അതൊക്കെ മേടിക്കണം, എനിക്കിനിയും വിശക്കുമല്ലേ. മേരി അവളുടെ കയ്യിൽ നിന്നും കുറച്ച് രൂപ എടുത്ത് പലഹാരങ്ങൾ വാങ്ങി പൊതിഞ്ഞ് കയ്യിൽ കൊടുത്തു. ബാക്കി രൂപ നൽകിയിട്ട് അവർ പറഞ്ഞു, ഈ രൂപ നീ നിൻ്റെ അമ്മയുടെ കൈ കൊടുക്ക്, നാളെ അപ്പം മേടിക്കാം. ആ, അവർ നടന്നു. കവലയിൽ വന്നപ്പോൾ മേരി അരിയും കപ്പയും വാങ്ങാൻ കടയിൽ കയറി. ഞാൻ പോകുക. സാച്ചി ഓടിക്കഴിഞ്ഞു. മേരിയുടെ അടുത്ത് പോവുകയാണെന്ന് പറഞ്ഞ് സാച്ചി കുറച്ച് സമയമായിട്ടും തിരിച്ചു വരാതിരുന്നപ്പോൾ ഏലമ്മ അന്വേഷിച്ചു. അവിടെ നിന്ന് വിളിച്ചു. സാച്ചിയുടെ മറുപടിയില്ല. മേരിയുടെ വീട്ടിൽ പോയി നോക്കി. മേരി ഉച്ചയ്ക്ക് വന്ന് ഊണ് കഴിഞ്ഞ് പോയി എന്ന് സാച്ചി അങ്ങോട്ടൊന്നും വന്നതായി കണ്ടില്ല എന്നും സൂസനും രേവതയും പറഞ്ഞതോടെ ഏലമ്മയ്ക്ക് പരിഭ്രമമായി. അവർ വിയർത്തൊട്ടി നടന്നു. ഒടുവിൽ തളർന്ന് ഒരിടത്തിരിക്കുമ്പോഴാണ് ദേവൂട്ടിയുടെ വരവ്. അയ്യോ, എൻ്റെ കുഞ്ഞന്തി! വിവരം അറിഞ്ഞതോടെ ദേവൂട്ടി നിലവിളിച്ചു. അവർ അയൽവക്കത്ത് ഓടി നടന്നു. കവല വരെ ചെന്നു. സാച്ചിയെ കവലയിൽ ആരും തന്നെ കണ്ടില്ല. ദേവൂട്ടിക്ക് ഇരിക്കാനും നിൽക്കാനും വയ്യാതെ വന്നു. ഒടുവിൽ വരാന്തയിൽ അവർ തളർന്നിരുന്നു. അവർക്കരികിൽ അവരെ സമാധാനിപ്പിച്ചുകൊണ്ട് ഏലമ്മയിൽ നിന്നു. അപ്പോഴാണ് സാച്ചിയുടെ വരവ്. ഗേറ്റിങ്ങിലെത്തിയ സാച്ചിയെ കണ്ടു വരാന്തയിലിരിക്കുന്ന അമ്മ. അമ്മേ, അവൾ ഉറക്കെ വിളിച്ചു. ദേവൂട്ടി ഞെട്ടിയെഴുന്നേറ്റു. ഏലമ്മയും കണ്ടു. നെഞ്ചത്തൊരു വലിയ പുതുക്കെട്ട് അടുക്കിപ്പിടിച്ച് ഓടി വരുന്ന സാച്ചി. ദേവൂട്ടിക്ക് മുന്നിൽ നിന്ന് കിതപ്പോടെ ഒന്ന് തുറന്ന ചിരിയോട് പറഞ്ഞു, അമ്മേ നോക്കമ്മേ, ചായക്കടന്നമ്മേ, എമ്പടിയപ്പം, ഉഴുന്നോടയും ബോണ്ടയും ഏത്തക്കപ്പയും ഒക്കെ ഉണ്ടപ്പേ. അമ്മയ്ക്കും തരാവേ, ഏലമ്മ അമ്മയ്ക്കും തരാവേ. എനിക്ക് ഒത്തിരി കാശ് കിട്ടി അമ്മേ. നാളെയും നമുക്ക് അപ്പം മേടിക്കണം. ദേവൂട്ടി കത്തിപ്പെട്ടിരിക്കുകയാണ്. വിശന്നിട്ട് അവളെ ഏതോ ചായക്കടയിൽ കയറി കൈനീട്ടി കാണും. സുഖുവിൻ്റെ മകളാണെന്ന പരിഗണനയിലോ യൗവനം തികഞ്ഞ പെണ്ണ് കൈനീട്ടിയതിനാലോ ആൾക്കാർ പലഹാരങ്ങളും അപ്പവും കൊടുത്തിരിക്കും. തെണ്ടാനിറങ്ങിയിരിക്കുന്ന ഈ കാലസന്തതി. മുറ്റത്ത് കീറിയിട്ടിരിക്കുന്ന മടൽപ്പാളികൾ 3-4 ഒരുമിച്ചാണ് ദേവൂട്ടിയുടെ കൈപ്പിടിയിലമർന്നത്. അതുകൊണ്ട് അവർ അവളുടെ തലയ്ക്കും പുറത്തും മാഞ്ഞാഞ്ഞ് പ്രഹരിച്ചു. നീ ചാക്, നീ ചാക്, തെണ്ടി തിന്നാൻ നടക്കുന്ന നീ ഇനി ജീവിക്കണ്ടേ, നീ ചാക്. അയ്യോ എൻ്റെ അമ്മേ! സാച്ചിയുടെ കയ്യിലിരുന്ന പലഹാരപ്പൊതിയും രൂപയും താഴേക്ക് വീണു. മുറ്റത്ത് ചരലിലേക്ക് സാച്ചി അലറിക്കൊണ്ട് പാഞ്ഞു. അധ്യായം 41. നീ എന്തിനാ ദൈവട്ടെ അതിനെങ്ങനെ തല്ലുന്നത്? മഹാപാവുണ്ട്. വിശക്കുമ്പോൾ വയറ് നിറയ്ക്കണമെന്നല്ലാതെ അതിനെന്തറിയാം? വയറ് നിറയ്ക്കാനായി കൈനീട്ടുകയല്ലാതെ അതിനെന്ത് ചെയ്യാനാണ്? ഇവിടെ ഇല്ലാണ്ടല്ലേ? ഏലമ്മ ദൈവൂട്ടിയെ ശാസിച്ചു. എന്നാലേ ഉദയനും വിനയനും ഇത്ര പെട്ടെന്ന് ഈ പെങ്കൊച്ചിനെ മറന്നു കളഞ്ഞല്ലോ. ഏലമ്മ ഇറങ്ങി. നീ അതിനെ ഇങ്ങ് വിളിക്കതേ കൂട്ടി, തല്ലിയിട്ടെന്തിനാ? അവർ നടന്നകന്നു. സ്വയം തലതല്ലി ചാകാനാണ് ദേവൂട്ടിക്ക് തോന്നിയത്. അപ്പോഴാണ് മടിയിലിരിക്കുന്ന കീടനാശിനിയിൽ കൈതടഞ്ഞത്. ദേവൂട്ടി അത് വലിച്ചെടുത്തു. താഴെ ചിതറിക്കിടക്കുന്ന പലഹാരങ്ങളിലേക്ക് അവർ നോക്കി. അവരതെല്ലാം പെറുക്കിയെടുത്ത് കടലാസിൽ വെച്ചു. അതിലേക്കുള്ള ആ കീടനാശിനി ഒഴിച്ചു. കുപ്പി ദൂരേക്ക് വലിച്ചെറിഞ്ഞിട്ട് അവർ നോക്കി. ഗേറ്റിങ്ങിൽ നിന്ന് അടികൊണ്ട ഭാഗങ്ങൾ തൂക്കുകയും കരയുകയും കണ്ണീർ തുടക്കുകയാണ് സാച്ചി. ദേവൂട്ടിയുടെ മുഖം വലിഞ്ഞുറങ്ങി. അവരവളെ കൈകാട്ടി വിളിച്ചു. വരത്തില്ല സാച്ചി, എന്നെ തല്ലാൻ പോകാനല്ലേ? അവൾ മുഖം വീർപ്പിച്ചു. എന്നിട്ട് വീണ്ടും കരഞ്ഞു. തല്ലത്തില്ല, നീ വാ, ദേവൂട്ടി പറഞ്ഞു. സത്യമായിട്ടും അമ്മ തല്ലാൻ പോകുമല്ലേ? അവൾ വീണ്ടും ചോദിച്ചു. അല്ല. സാച്ചി തെന്നി മുന്നോട്ട് വന്നു. നിനക്കപ്പം വേണ്ടേ? തുള്ളി മതി. അതുപോരാ, നീ കുറച്ചേറെ തിന്നു. അമ്മയും തിന്നണം. നീ തിന്നു കഴിഞ്ഞിട്ട് ബാക്കി മുഴുവൻ ഞാൻ തിന്നും. നമ്മൾ രണ്ടുപേരും ഇത് കഴിക്കും. എന്നിട്ട് നമുക്ക് നമ്മുടെ അച്ഛൻ്റെ അടുത്ത് പോവാം. ആ, പോകാം. സാച്ചിക്ക് അമിതമായ സന്തോഷവും ആഹ്ലാദമായി. അവൾ അടികൊണ്ട വേദന മറന്നു. കണ്ണീര് തുടച്ചു. ദേവൂട്ടിയുടെ മടിയിൽ കടലാസിലിരിക്കുന്ന അപ്പത്തിനായി കൈനീട്ടി. 2 ഏത്തക്ക പൊരിച്ചത് ദേവൂട്ടി എടുത്തു. വിഷത്തിൽ നന്നായി മുക്കിയെടുത്തത്. വിറയാർന്ന കൈകളോടെ ദേവൂട്ടി അത് സാച്ചിയുടെ നീണ്ട കൈയിലേക്ക് വയ്ക്കാനായി അമ്പരപ്പോടെ കണ്ടു. നീട്ടിപ്പിടിച്ച സാച്ചിയുടെ വലത് കൈ. ഉള്ളം കൈ കുമിളച്ച് പൊട്ടിത്തുറന്ന തൊലി തെന്നിയും ഇരിക്കുന്നു. ഇതെന്താ സാച്ചി? ദേവൂട്ടി നെഞ്ചിടിപ്പോടെ ചോദിച്ചു. ഞാൻ മേരി ചേച്ചിയുടെ കൂടെ പോയമ്മേ. പാറക്കല്ലൊക്കെ ഒരു ചുറ്റിക വെച്ച് കുഞ്ഞാക്കിയിട്ട് അവിടുത്തെ ചേട്ടന് ഒത്തിരി രൂപ തന്നു. ഇതെൻ്റെ കാശ്. താഴെ വീണ് കിടക്കുന്ന നോട്ടുകൾ അവളെടുത്ത് നീട്ടി. സ്തംഭിച്ചിരിക്കുകയാണ് ദേവൂട്ടി. കുറച്ച് രൂപ എടുത്ത് ഞാൻ അപ്പം മേടിച്ച്. നാളെ ചെന്ന് മെറ്റൽ പൊട്ടിച്ചാൽ അപ്പം മേടിക്കാൻ നാളെയും കാശ് തരാമെന്ന് ആ ചേട്ടൻ പറഞ്ഞമ്മേ. ഞാൻ നാളെയും പോയിക്കോട്ടെ അമ്മേ. എൻ്റെ ഈശ്വര.
തെണ്ടിക്കൊണ്ടുവന്നതാണെന്ന് കരുതി ഞാനിതിനെ പുറമടിച്ച് പൊട്ടിച്ചു. അപ്പത്തിൽ വിഷം ചേർത്തു. ഇതിനെ കൊല്ലാനൊരുങ്ങിയ താനല്ല മഹാപാപി. എനിക്ക് അപ്പം താ അമ്മേ. സാച്ചി കൈനീട്ടി. അയ്യോ. ദേവൂട്ടി പിടഞ്ഞെഴുന്നേറ്റു. ആ പൊതിക്കെട്ടുമായി അകത്തേക്ക് പാഞ്ഞു. പിന്നെ കക്കൂസിൻ്റെ ക്ലോസറ്റിലിട്ട് വെള്ളമൊഴിച്ചു. അയ്യോ, എൻ്റെ അപ്പം കളഞ്ഞ ഈ കുമ്മ. സാച്ചി നിലവിളിയായി. അവൾക്ക് വല്ലാതെ സങ്കടം വന്നു. കുമ്മ കുമ്മ, 100 കുമ്മ. ദേവിച്ചേച്ചിയെ. പുറത്ത് മേരിയുടെ ശബ്ദം. ദേവൂട്ടി മകളെയും കൊണ്ട് ഉമ്മറത്തേക്ക് വന്നു. മേരി ചേച്ചി, ഈ അമ്മ എൻ്റെ അപ്പം കക്കൂസിലിട്ട് എന്നെ തല്ലുകയും ചെയ്തു. സാച്ചിക്ക് സങ്കടം പറഞ്ഞു. അതെന്തിനാ ദേവിച്ചേച്ചി അത് കളഞ്ഞത്? അവളത് എങ്ങുന്നോ കട്ടതും മേട്ടിച്ചതൊന്നല്ല, അധ്വാനിച്ചുണ്ടാക്കിയ കാശ. മേരി കുറ്റപ്പെടുത്തുന്ന സ്വരത്തിൽ എന്ന താല്പര്യത്തോടെ പറഞ്ഞു. എൻ്റെ കൂടെ ഞാൻ വിലക്കിയിട്ടും പാറമട കാണാൻ വന്നതാ. വന്നപ്പോൾ അവൾക്ക് മെറ്റലടിക്കണം. മേരി സംഭവമൊക്കെ വിവരിച്ചു പറഞ്ഞു. എൻ്റെ ദേവശേച്ചി, സുഖമായിട്ടൻ ഇരുന്നടിക്കുന്ന പോലെന്ന് എല്ലാവരും പറയുന്നത്. അവൾ ഓടി നടക്കുകയെ വിശക്കുന്നെന്ന് പറയുകയോ ചെയ്തില്ലെന്ന്. ഒറ്റ ഇരിപ്പായിരുന്നു അവിടെ നിന്ന് എഴുന്നേൽക്കുന്നവരെ. ആ, എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ ഒരാനേനെ തിന്ന്. മേരി ചിരിച്ചുപോയി. എൻ്റെ കൂടെ നാളെ മുതൽ വിട്ടോ. ദേവചേച്ചിയൊന്നും പേടിക്കണ്ട. വൈകുന്നേരം കിട്ടണ കൂലി കൊണ്ട് അവൾക്ക് അപ്പം മേടിക്കാമല്ലോ. ദേവൂട്ടി മറുപടി പറയാതെ സാച്ചിയെ നോക്കി. ഞാൻ പോകാം അമ്മേ മേരി ചേച്ചിയുടെ കൂടെ. ഒത്തിരി കാശ് തരുന്ന ചേട്ടനുണ്ടമ്മേ അവിടെ. കാശ് മേടിച്ചുകൊണ്ട് ചേരി ചേച്ചിയുടെ കൂടെ ഞാൻ ഓടി വരാമേ. ദേവൂട്ടി മറുപടി പറയുന്ന മുമ്പാണ് മുറ്റത്തൊരു കാറ് വന്നു നിന്നത്. കാറിൽ നിന്നും ഉദയനും വർഷയും ഇറങ്ങി. ഹായ് ചേച്ചിയമ്മയും വലിയ ടൈം, കുഞ്ഞുവാവയും. സാച്ചി പറന്നു ചെന്നു അവർക്കരികിലേക്ക്. ദേവൂട്ടി അവരെ കണ്ട ഭാവം നടിച്ചില്ല. അച്ഛൻ്റെ ചിതയാറും മുമ്പ് ഇറങ്ങിപ്പോയവർ. അമ്മയും പെങ്ങളും ജീവിക്കുന്നുണ്ടോ എന്ന് അന്വേഷിക്കാത്തവർ. ഇപ്പോഴെന്തിനു വന്നു? ഉദയൻ വരാന്തയിലേക്ക് വന്നു. കുഞ്ഞിനെയും കൊണ്ട് വർഷയും. ഇരുവരുടെയും കണ്ണുകൾ നിറതടാകങ്ങളായിരുന്നു. മുഖത്ത് വിതുമ്പൽ മുട്ടി നിന്നിരുന്നു. നെഞ്ചിനുള്ളിൽ ആളുന്ന തീയുണ്ടായിരുന്നു. ദേവൂട്ടി അതൊന്നും കാണുന്നേ ഉണ്ടായിരുന്നില്ല. അവരെ മുഖം തിരിച്ചു നിൽക്കുകയായിരുന്നു. ഒരേ നിൽപ്പ്. അമ്മേ. വർഷയുടെ ചിലമ്പിച്ച സ്വരം. അത് ദേവൂട്ടിയെ അമ്പരിപ്പിച്ചു. അവർ നോക്കി. വർഷ കരയുന്നു. ചുണ്ട് കൂട്ടിക്കടിക്കുന്ന. ഉറക്കെ കരയാതിരിക്കാൻ ഉദയനും വിതുമ്പുന്നുണ്ടായിരുന്നു. ദേവൂട്ടിയുടെ എല്ലാ ദേഷ്യവും പിണക്കങ്ങളും പറവർന്നു. എന്തിനാ മക്കളെ നിങ്ങൾ കരയുന്നത്? അതിന് തക്കതായിട്ട് എന്താ ഉണ്ടായത്? അവർ ചോദിച്ചു. ചേച്ചിയമ്മ കരയണ്ട, വലിയേട്ടായും കരയണ്ട. വലിയേട്ടായ്ക്കും ചേച്ചിയമ്മയ്ക്കും ഞാൻ വേറെ അപ്പം മേടിച്ചു തരാമേ. അത്രയും പറഞ്ഞ് സാച്ചിയും അവരുടെ കൂടെ കരച്ചിലായി. ദേവൂട്ടി അമ്പരപ്പിൽ അപ്പോഴും നിൽക്കുകയാണ്. വർഷ ലക്ഷ്മി മോളെ ദേവൂട്ടിയുടെ കയ്യിൽ വെച്ച് കൊടുത്തു. ഇതാ അമ്മയ്ക്ക് മറ്റൊരു സാച്ചിയെ കൂടി. അമ്മ എടുത്തോളൂ. അത്രയും പറഞ്ഞതും വർഷ ദേവൂട്ടിയുടെ തോളിലേക്ക് മുഖമമർത്തി ഉറക്കെ കരഞ്ഞുപോയി. ഭിത്തിമേലേക്ക് മുഖമമർത്തി വെച്ച് ഹൃദയം പൊട്ടിത്തുറക്കുന്നത് പോലെ. ഉദയനും കരയുന്നു. ദേവൂട്ടിയുടെ നെഞ്ചിലൊരു വെള്ളിടി വെട്ടി. കയ്യിലിരിക്കുന്ന ലക്ഷ്മി മോളെ അവർ സൂക്ഷിച്ചു നോക്കി. കുഞ്ഞിനെ തിരിച്ചും മറിച്ച് നോക്കി വല്ലാത്ത പരിഭ്രമത്തോടെ കുലുക്കി നോക്കി. മോളെ, മോളെ, എൻ്റെ കുഞ്ഞെ. അവർ കുഞ്ഞിനെ നെഞ്ചോട് അമർത്തിപ്പിടിച്ച് വെപ്രാളത്തോടെ ചോദിച്ചു. ഉദയ, എൻ്റെ പൊന്നുമോൾക്ക് എന്നാ പറ്റിയടാ? വർഷ നീയെങ്കിലും പറയും എന്തു പറ്റിയടാ? എന്നെ തീ തീറ്റിക്കാതെ പറയടാ. സാച്ചി മന്ദബുദ്ധിയാണെന്ന് അറിഞ്ഞപ്പോൾ അച്ഛൻ്റെ അമ്മയുടെ നെഞ്ചിൽ ഒരു നെരിപ്പോടെ എരിയാൻ തുടങ്ങിയെന്ന് പറഞ്ഞില്ലേ? ആ നെരിപ്പോടിപ്പോൾ എൻ്റെയും വർഷയുടെ നെഞ്ചിൽ ആളിപ്പടരുകയാണമ്മേ. ഉദയൻ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അമ്മയെ കെട്ടിപ്പിടിച്ചു. ലക്ഷ്മി മോൾ ഊമയും ബദരിയാണമ്മേ. സാച്ചി എത്ര ഭേദം, എത്ര ഭേദം. ഇത് പക്ഷേ താഴെ കൂർന്നവൻ കരഞ്ഞു. അച്ഛൻ്റെ ശാപം എനിക്ക് ഏറ്റവും അമ്മേ. വർഷയും കരഞ്ഞു. ദേവൂട്ടി ഞെട്ടിത്തിരിഞ്ഞു. ഒടുവിൽ പറഞ്ഞു ശബ്ദം താഴ്ത്തി കരച്ചിലോടെ. അച്ഛൻ നിങ്ങളെ ശപിച്ചിട്ടില്ല മക്കളെ. ആരുടെയും ശാപം കൊണ്ടോ കുറ്റം കൊണ്ടോ അല്ല വികലജന്മങ്ങളുണ്ടാവുന്നത്. ദൈവഹിതം, നമ്മുടെ അനുഭവദോഷം അത്രയേ ഉള്ളൂ. ഇങ്ങ് താമേ കുഞ്ഞുവാവേ. സാച്ചി വന്ന് ലക്ഷ്മി മോളെ എടുത്തു. മുറ്റത്തേക്കിറങ്ങി കൊഞ്ചിക്കാൻ തുടങ്ങി. എല്ലാം കണ്ട് തരിച്ചു നിൽക്കുകയാണ് മുറ്റത്ത് മേരി. ഊമയും ബധിരയുമായ പെൺകുഞ്ഞ്. എന്തിനിങ്ങനെ ഒരു ജന്മം ദൈവം കൊടുത്തു? ശിക്ഷയാണോ? സാച്ചി പെണ്ണിനെ വർഷ ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ട്, അടികൊള്ളിച്ചിട്ടുണ്ട്. അവളുടെ ശല്യം പിടിച്ച് വേറെ താമസിച്ചു. അവളിൽ നിന്നും രക്ഷപ്പെടാൻ ഒരുപാട് പരിശ്രമിച്ചു. അവൾ വളർന്നതിനെയും വളർത്തിയതിനെയും പഠിച്ചു. പകരം ഇതാ ദൈവം ശിക്ഷിച്ചിരിക്കുന്നു. ചെവി കേൾക്കില്ലാത്ത, സംസാരിക്കില്ലാത്ത ഒരു വെറും പാവ പോലെ ഒരു കുഞ്ഞ്, ഒരു കളിപ്പാവ. സാച്ചിയിൽ നിന്നും രക്ഷപ്പെടാൻ ഞാൻ ഇത്തിരി ശ്രമിച്ചു. അവളെ ഒഴിവാക്കാനും ശ്രമിച്ചു. പ്രസവം കഴിഞ്ഞ് ഇങ്ങോട്ട് ഒരിക്കലും വരരുത് എന്ന് ഞാൻ ആഗ്രഹിച്ചു. എൻ്റെ കുഞ്ഞിനെ
കൃഷിയിലാക്കാൻ ഞാൻ തീരുമാനിച്ചു. സ്വയം കുറ്റവിചാരണ നടത്തുന്ന പോലെ വർഷ ദേവൂട്ടിയോട് ഏറ്റുപറയുകയായിരുന്നു. എല്ലാം ദൈവം കണ്ടും കേട്ടും ഇരട്ടിയായിട്ട് ദൈവം എന്നെ ശിക്ഷിച്ചു. എൻ്റെ കണ്ണ് തുറപ്പിച്ചു. അതിന് ഞാൻ കനത്ത വില കൊടുക്കേണ്ടി വന്നു. ഇനി ഞാൻ എങ്ങോട്ടും താമസം മാറ്റുന്നില്ല അമ്മേ. ഈ വീട്ടിലെ അമ്മയുടെ കൂടെ താമസിക്കുന്നുള്ളൂ. ദേവൂട്ടിക്ക് തൻ്റെ കാതുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഈശ്വര, ഒറ്റയ്ക്ക് കഴിഞ്ഞ നാളുകൾ, ഇതാ ഈ നാളുകൾ അവസാനിക്കുന്നു. ഇവിടെ പഴയ സന്തോഷം മുളയ്ക്കുന്നു. പക്ഷേ സന്തോഷമാണോ? സാച്ചി കുഞ്ഞുവാവയ്ക്ക് അപ്പം തരാവേ, നല്ല ഒന്നാന്തരം വാഴയ്ക്കപ്പം. സാച്ചി തിന്നുവോ? സാച്ചിയുടെ ശബ്ദം കേട്ട് ഞെട്ടലോടെ ദേവൂട്ടി നോക്കി. വരാന്തയിലിരിക്കുകയാണ് സാച്ചി. അവളുടെ കാലുമേൽ ലക്ഷ്മി മോളെ കിടത്തിയിരിക്കുന്നു. സാച്ചിയുടെ കയ്യിൽ ഒരു വാഴയ്ക്കപ്പം. അതിൻ്റെ പകുതി ഒട്ടിച്ച് സ്വന്തം വായിലേക്ക് വയ്ക്കാൻ ഭാവിക്കുമ്പോൾ സാച്ചി ദേവൂട്ടി ഞെട്ടി. വിഷം പുരട്ടിയ വാഴയ്ക്കപ്പം മുറ്റത്ത് വീണു പോയതായിരിക്കും താൻ കാണാതെ. അയ്യോ എൻ്റെ കുഞ്ഞെ! ദേവൂട്ടി പാഞ്ഞെന്ന് അപ്പത്തിൻ്റെ മുറിക്കിട്ട് ഒറ്റത്തട്ട്. വായിലെത്താതെ അത് തെറിച്ചുപോയി. ഈ അമ്മയ്ക്ക് എന്നതാ? ഞാൻ തിന്നാൻ പോകുമായിരുന്നു. സാച്ചി ബാക്കി വയലിൽ വെക്കാൻ ഒരുങ്ങി. സാച്ചി അത് നീ തിന്നരുത്, എന്നാൽ ഞാൻ കുഞ്ഞുവാവയ്ക്ക് കൊടുത്തിട്ടേ തിന്നത്തുള്ളൂ. സാച്ചി ഏത്തയ്ക്കാപ്പം ലേശം നുള്ളി ലക്ഷ്മി മോളുടെ വായിൽ വെക്കാൻ ഞാഞ്ഞു. പരിഭ്രാന്തിയോടെ ദേവൂട്ടി അത് തട്ടിക്കളഞ്ഞു. എന്താ അമ്മേ, എന്താണ്? ഉദയൻ ചോദിച്ചു. അതിൽ വിഷമുണ്ട് മോനെ. ദേവൂട്ടി പൊട്ടിക്കരഞ്ഞുപോയി. വിഷോ? അതെങ്ങനെ ഏത്തയ്ക്കാപ്പത്തിൽ? എങ്ങനെ വിഷം വന്നു? ദേവൂട്ടി കരയുകയായിരുന്നു. മേരിയും അന്താളിപ്പോടെ നോക്കി. ദേവൂട്ടി പറഞ്ഞു, സാച്ചിയെ കൊന്ന് എനിക്കും ചാകാൻ. എൻ്റെ ഈശ്വര! വർഷയെ ഉദയനും അന്താളിച്ചു. കർത്താവ് ശോമിഷയെ മേരി വിളിച്ചു. നിങ്ങളെ കണ്ടില്ല. വിനയനും വന്നില്ല. പിന്നെ ഇവിടെ പൈസ ഇല്ലാതായി. ആഹാരത്തിന് പോലും ബുദ്ധിമുട്ടായി. സാച്ചി അയൽവക്കങ്ങളിൽ ചെന്ന് ആഹാരം വാങ്ങി തിന്നാൻ തുടങ്ങി. ദേവൂട്ടി തുറന്നു. വിളറിയ മുഖത്തോടെ വർഷ കേട്ട് നിന്നു. അപ്പോൾ വിനയൻ വരുന്നില്ലായിരുന്നോ? അവൻ കാശൊന്നും തന്നില്ലായിരുന്നോ? അവനും വന്നില്ല. തിരക്കുണ്ടാവും. ഇങ്ങോട്ട് വരുന്നില്ലെങ്കിൽ അങ്ങോട്ട് ചെല്ലാമെന്ന് കരുതി. ഞാനവിടെ പോയിട്ടും പണം കിട്ടിയില്ല. തിരിച്ചു വരുമ്പോൾ സാച്ചിയില്ല. ഇളമയുടെ അടുത്താക്കിയതായിരുന്നു ഞാൻ. ദേവൂട്ടി തുറന്നു. കുറേ കഴിഞ്ഞപ്പോൾ അവൾ വന്നു. കൈ നിറയെ പലഹാരങ്ങൾ, കുറേ രൂപ. ഇവള് തെണ്ടാൻ പോയി എന്ന് കരുതി. തൈമുറ്റത്തെ സുഖുവിൻ്റെ മകൾ തെണ്ടരുത്. അവൾ കൊണ്ടുവന്ന പലഹാരത്തിൽ വിഷം ചേർത്തു. അപ്പോഴാണ് ഞാൻ അറിയുന്നത് അവൾ തണ്ടാൻ പോയതല്ലായിരുന്നു എന്ന്. മേരിയുടെ കൂടെ പാറമടയിൽ മെറ്റിലടിക്കുകയായിരുന്നു എന്ന്. എന്നിട്ട് അവിടുന്ന് കൊടുത്ത പണത്തിനാണ് ആഹാരം വാങ്ങിയതെന്ന്. ദേവൂട്ടി സാച്ചിയുടെ ഉള്ളം കൈ അവരെ വിടർത്തിക്കാട്ടി. വിശന്നിട്ട് അപ്പം വാങ്ങാൻ മെറ്റിലടിക്കാൻ പോയതാണ് അവൾ. ഉദയനും വർഷയും തലകുനിച്ചു പോയി. എൻ്റെ ദേവി ചേച്ചി, നിങ്ങളെന്ത് പൊട്ടുപോഴത്തമാണ് കാട്ടിയത്? ഈ മഹാപാപം നിങ്ങൾ എവിടെ കൊണ്ട് തീർക്കും? മേരി ചോദിച്ചു. ഇന്നവൾ ചുറ്റിക കയ്യിലെടുത്തിട്ട് ഒരു വഴക്കുമില്ലാതെ വിശക്കുന്നൊന്നും മിണ്ടുക പോലും ചെയ്യാണ്ട് പണിതു. 4 മണിയായപ്പോൾ വിഷമം തോന്നി ഞാനാ പിടിച്ചെഴുന്നേൽപ്പിച്ചത് പോന്നതും. മേരി ചേച്ചി, ഞാൻ നാളെയും വരാവേ, സാച്ചി വിളിച്ചു പറഞ്ഞു. നാളെ ഞാൻ കൂടുതൽ മെറ്റലടിച്ച് പൊട്ടിച്ചിട്ട് ഒരുപാടപ്പം മേടിക്കുവേ. ബോണ്ടയും പരിപ്പോടെയൊക്കെ. അവൾ വർഷയെ നോക്കി. ചേച്ചി അമ്മയ്ക്കും തരാവേ, കുഞ്ഞുമാവയ്ക്കും തരാവേ, വലിയേട്ടായ്ക്കും തരാവേ. കുമ്മയ്ക്ക് ഞാൻ കൊടുക്കത്തില്ല. ഇന്ന് മേടിച്ചോണ്ട് വന്ന അപ്പം എല്ലാം ഈ കുമ്മ കക്കൂസിലിട്ട് വെള്ളമൊഴിച്ചെന്നേ. അതുകൊണ്ട് നാളെ ഞാൻ കൊടുക്കത്തില്ല. സാച്ചി, ഇച്ചിരി തായെന്ന് പറഞ്ഞ് കൊടുക്കുകയല്ല, തുള്ളി കൊടുക്കുകയല്ല. വർഷ സാച്ചിയുടെ അടുത്തിരുന്നു. അവളുടെ ചുമലിൽ കൈവച്ചു. എന്നിട്ട് അനുതാപത്തോടെ പറഞ്ഞു, സാച്ചിനെ അപ്പം മേടിക്കാൻ പണത്തിന് മെറ്റലടിക്കാൻ പോകണ്ട. അപ്പം ഞാൻ മേടിച്ചു തരാം, അല്ലെങ്കിൽ അതിനുള്ള പണം തരാം. ഹയ്യടാ, ചേച്ചിയമ്മ തരാവോ? നല്ല ചേച്ചിയമ്മയാണ്. ഞാനിനി മേരിച്ചിച്ചിട്ട് കൂടെ പോകത്തില്ല. സാച്ചി തലയാട്ടി. വേണ്ട, വർഷ അവൾക്ക് പണം കൊടുക്കണ്ട. അവൾ പോയി മെറ്റലടിക്കട്ടെ, കാശ് കൊണ്ടുവരട്ടെ. അത് ദേവൂട്ടിയുടെ ശബ്ദമായിരുന്നു. അമ്മേ, അത് വേണ്ട അമ്മേ, ഉദയൻ പറഞ്ഞു. ഉദയേട്ടനും ഞാനും ഇവിടെയുള്ളപ്പോൾ സാച്ചി അങ്ങനെ പോകുന്നത് നാണക്കേടാമ്മേ? വർഷ ചോദിച്ചു. ആണോ? ആണെങ്കിൽ നിങ്ങൾക്ക് പോകാം. ദേവൂട്ടിയുടെ ഉറച്ച സ്വരം. നാണക്കേടില്ലാത്തവർ ഇനി ഇവിടെ താമസിച്ചാൽ മതി. അമ്മേ, അവൾ നിങ്ങളുടെ പെങ്ങളല്ലെന്ന് പറഞ്ഞോ? അമ്മ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത്? അതെ, സാച്ചി നിങ്ങളുടെ പെങ്ങളല്ല. അവൾ പാറപ്പണിക്കാരൻ സുഖുവിൻ്റെ മകളാണ്. അച്ഛൻ്റെ ജോലി അവൾ ചെയ്യുന്നു. എനിക്കതിൽ ഒരപമാനമില്ല. പോരെ? ഉദയനും വർഷയും മുഖത്തോട് മുഖം നോക്കി. ജനിച്ചപ്പോൾ മുതൽ അവൾ പൊട്ടിയാണെന്ന് പറഞ്ഞ് ഒന്നും ചെയ്യിപ്പിച്ചില്ല.
ചുമ്മാതെ ഇരുത്തി തീറ്റി പഠിപ്പിച്ച്. അവൾ തിന്നാൻ മാത്രം പഠിച്ചു, തീറ്റ മാത്രം ജോലിയായി, മന്ദബുദ്ധിയായിട്ട് ജനിച്ചു. എങ്കിലും അതൊരു പാഴ് ജന്മമല്ലെന്ന് കാട്ടിത്തരാൻ അവൾക്കൊരവസരം കിട്ടിയതാണ്. അതെ, അവളായിട്ടിങ്ങനെ വട്ടുതട്ടിയത് ശല്യക്കാരിയാക്കിയത് നമ്മളൊക്കെ തന്നെയാണ്. ഇനി അത് പാടില്ല. ദേവൂട്ടി അകത്തേക്ക് കയറി. അകത്ത് സുഖുവിൻ്റെ ചുറ്റികളുണ്ടായിരുന്നു. 3/4 ഇഞ്ച് മെറ്റലടിക്കുന്നതിനും 1.5 ഇഞ്ച് മെറ്റലടിക്കുന്നതിനുമായ ചുറ്റികൾ. അതവരെ പൊക്കിയെടുത്തു, വരാന്തയിൽ കൊണ്ടുവന്നു. രണ്ടും സാച്ചിയുടെ കൈകളിൽ വെച്ച് കൊടുത്തു. ഇതാ പിടിച്ചോ, അച്ഛൻ്റെ ചുറ്റികൾ. നിന്നെ വിഷമിപ്പിക്കുന്നതും നീ എന്തെങ്കിലും പണി ചെയ്യുന്നതും സഹിക്കാനാവില്ലായിരുന്നു ആ മനുഷ്യന്. അതുകൊണ്ട് ആ മനുഷ്യൻ്റെ പണിയായുധം തന്നെ നിനക്കിരിക്കട്ടെ. പണി ചെയ്യണം. നീ നിൻ്റെ മരണം വരെ നീ ഇനി മറ്റൊരാളുടെയും ബാധ്യതയാകരുത്, ശല്യമാകരുത്. അതാണ് വേണ്ടത്. ഞാൻ പൊക്കോളാമേ. എനിക്ക് ആ ചേട്ടൻ കാശ് തരും. എമ്പടിയപ്പം മേടിക്കും ഞാൻ. സാച്ചിക്ക് സന്തോഷമായി. ഞാൻ കൊണ്ടുപോയിക്കൊള്ളാം ദേവചേച്ചി. സാച്ചിയെ ഞാനും അതിൻ്റെ വഴക്ക് പറഞ്ഞിട്ടുണ്ട്. ദൈവം എന്നോട് കോപിക്കാതിരിക്കട്ടെ. പണിക്ക് കൊണ്ടുപോകുന്ന കാര്യം ഞാൻ ഏറ്റു, മേരി പറഞ്ഞു. ഞാൻ വരാം മേരി ചേച്ചി. സാച്ചി പല്ല് മുഴുവൻ കാട്ടിച്ചിരിച്ചു. ദേവൂട്ടി ലക്ഷ്മി മോളെ എടുത്തു. ചെവി കേൾക്കില്ല, സംസാരിക്കില്ല. എങ്കിലും സാച്ചിയെപ്പോലെ തന്നെ മറ്റുള്ളവർക്കൊരു ബാധ്യതയായിരുന്നു ഈ കുഞ്ഞും. സ്വയം ജീവിക്കാനുള്ള ഒരു വഴി ഇതിന് കാട്ടിക്കൊടുക്കണം. നിങ്ങൾ അമിതമായി സ്നേഹിച്ച് സ്നേഹം കൊണ്ട് മക്കളെ ദ്രോഹിക്കരുത്. സൽബുദ്ധിയായാലും മന്ദബുദ്ധിയായാലും. ഉദയനും വർഷയും മുഖത്തോട് മുഖം നോക്കി. ദേവൂട്ടിയുടെ ഉപദേശം അവരുടെ നെഞ്ചിലൊരു തീരുമാനമായി. അതെ, വികലമായ ജന്മങ്ങളിലും ഓരോ കഴിവുണ്ടാവും. അത് കണ്ടെത്തി വികസിപ്പിക്കണം. ജന്മം നൽകിയത് അവരോട് ചെയ്യേണ്ട ഏറ്റവും വലിയ പുണ്യം അതാണ്, ഉദയം പറഞ്ഞു. നമ്മുടെ ലക്ഷ്മി മോള് സാച്ചിയെപ്പോലെ മറ്റുള്ളവർക്ക് ശല്യമായി തിന്നാൻ മാത്രം ജീവിക്കരുത്. അങ്ങനെ വന്നാൽ അതാണ് നമ്മൾ അവളോട് ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഹം. ശരിയാണെന്ന് വർഷ സമ്മതിച്ചു. അതുകൊണ്ട് സാച്ചി നാളെ മുതൽ പാറമടയിൽ പോട്ടെ. സ്വയം ജോലി ചെയ്ത് ജീവിക്കാൻ അവൾക്ക് അവകാശമുണ്ട്. ആ അവകാശത്തെ നമ്മൾ നിഷേധിക്കരുത്. വർഷ ശരിയെന്ന് തലയാട്ടി. ദേവൂട്ടിയുടെ മിഴികൾ തുളുമ്പി. അവിടെ പറഞ്ഞ വിഷയങ്ങൾ പൂർണ്ണമായി മനസ്സിലായില്ലെങ്കിലും സാച്ചി ഉറക്കെ ചിരിച്ചു. ലക്ഷ്മി മോളെ കുഞ്ചിച്ചു. പിറ്റേ ദിവസം മുതൽ സാച്ചി മേരിയുടെ കൂടെ പാറമടയിലേക്ക് പോയി തുടങ്ങി. പഴയ ബ്ലോക്കും പുതിയ ബ്ലോക്കും തമ്മിൽ വേർതിരിച്ചിരുന്ന ഇടകതകിൻ്റെ ക്രോസ് എടുത്തു മാറ്റി. വീടൊന്നായി. പഴയ മുറ്റം, പഴയ തൈമുറ്റം. അന്ന് തന്നെ ആ മതിലും പൊളിച്ചു മാറ്റി. വർഷ ആ വീട്ടിലെ നല്ല മരുമകളായി കഴിഞ്ഞിരിക്കുന്നു. പ്രിയരെ, സിന്ദൂരം എന്ന കമലാ ഗോവിന്ദ് നോവൽ ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ. ശുഭപര്യവസാനമാണ്. ഒത്തിരി സങ്കടപ്പെടുത്തിക്കൊണ്ടാണ് നോവൽ കടന്നു പോകുന്നത് മുഴുവൻ. ഒത്തിരി സ്നേഹത്തോടെയാണ് ഇത് ഞാനിവിടെ അവസാനിപ്പിക്കുന്നത്. നല്ലൊരു മെസ്സേജ് രചയിതാവിന് നൽകാൻ കഴിഞ്ഞിട്ടുണ്ട്. വീണ്ടും നമ്മൾ പുതിയൊരു കഥയായിട്ടാണ് നാളെ മുതലെത്തുക. കമലാ ഗോവിന്ദിൻ്റെ തന്നെ ഒറ്റക്കുലസ് നമ്മുടെ ചാനലിൽ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാവരും പരമാവധി കേൾക്കാൻ ശ്രമിക്കുക കേട്ടോ. അഭിപ്രായങ്ങൾ എന്ത് തന്നാലും പോന്നോട്ടെ. വീണ്ടും കാണാമെന്നുള്ള വിശ്വാസത്തിൽ നിങ്ങളുടെ സ്വന്തം ജാഷി വയനാട്. കേൾക്കൂ കേട്ടുകൊണ്ടേയിരിക്കും ഞാനും നിങ്ങളും നമ്മുടെ കഥകളും.